students, welcome to High Flown English class. Basic level 1. So in today's class നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ എന്ന്. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡിൽ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മലയാളീസിന് അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് മംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ആ ഡോർ ഒന്ന് അടച്ചേ, ആ ഫാൻ ഒന്നിട്ടേ, ആ ടേബിളിൽ അതൊന്ന് കൊണ്ടുവച്ചേ. സോ ഇതൊക്കെ ആക്ച്വലി നമ്മൾ മലയാളത്തിലാണ് പറയണത്. പക്ഷെ ഇതിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഓഫ് ഇംഗ്ലീഷ് ആണ്. അതായത് ഡോർ, ടേബിൾ, ഫാൻ, ഇതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. സോ നമുക്ക് മിക്കവർക്കും എല്ലാ ഇംഗ്ലീഷ് വേർഡ്സും അറിയാം, പക്ഷെ അതൊരു സെന്റൻസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് അറിയാത്തത്. സോ ടുഡേസ് ക്ലാസ് ഈസ് ഓൾ അബൌട്ട് വൊക്കാബുലറി. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ വൊക്കാബുലറി എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയമായിരിക്കും, എന്താണ് ഈ വൊക്കാബുലറി? സോ വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അഥവാ കളക്ഷൻ ഓഫ് വേർഡ്സ് എന്നതാണ്. ഫോർ എക്സാമ്പിൾ, അന്ന ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ലൈക്സ് ടു പ്ലേ പിയാനോ. സോ ഈ ഒരു സെന്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. സോ ഈ വേർഡ്സ് ആണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ഗ്രാമർ അറിയാമെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ കുറേ ടിപ്സ് അറിയാമെങ്കിലും നമുക്ക് വൊക്കാബുലറിയുടെ നോളജ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുക എന്നത് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, അർജുൻ കരയുകയാണ്. ഈ ഒരു സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേട്ടാക്കണം. സോ നമുക്ക് ഗ്രാമർ ഒക്കെ അറിയാം, പക്ഷേ ദ പ്രോബ്ലം ഇസ് കരയുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അറിയില്ല. സോ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമുക്ക് വൊക്കാബുലറി വേണം, ഓരോ വേർഡ്സിന്റെയും ഇംഗ്ലീഷ് അറിയണം, എങ്കിൽ മാത്രമാണ് നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ അർജുൻ ഇസ് ക്രൈയിങ് എന്നതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ കരയുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ക്രൈയിങ് ആണ്. സോ ആ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് ആയിട്ട്. സോ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം. സോ ആദ്യമേ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പ്രയോഗിക്കണം, എന്നിട്ടാണ് നമ്മൾ അറിയില്ലാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടത്. സോ അറിയാവുന്ന മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ സെന്റൻസസ് ഉണ്ടായിരിക്കും അല്ലെ, കുറേ ഡയലോഗ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കണം. സപ്പോസ് നിങ്ങളൊരു ഹോം കീപ്പർ ആണ് ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെന്റൻസസ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഉണ്ടായിരിക്കും അല്ലെ. സോ ഫോർ എക്സാമ്പിൾ, ഓ എന്തൊരു അവസ്ഥയാണ് എൻ്റെ, ഞാൻ എപ്പോഴും ഈ അടുക്കളയിൽ തന്നെയാണ്. സോ ഈ രണ്ട് സെന്റൻസസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം മലയാളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഇതിൽ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. സോ ഫസ്റ്റ് സെന്റൻസ്, ഓ എന്തൊരു അവസ്ഥയായി എൻ്റെ, അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേട്ടാക്കാം? അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ് എങ്ങനെ യൂസ് ചെയ്യാം? സോ അവസ്ഥ, ആ ഒരു വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് സിറ്റുവേഷൻ. സോ യു ക്യാൻ ടെൽ ലൈക്ക് ദിസ്, ഓ എന്തൊരു സിറ്റുവേഷൻ ആണ് എൻ്റെ. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം, ഓ ഞാൻ എപ്പോഴും ഈ അടുക്കളയിൽ തന്നെയാണ്. സോ ഇത് നമുക്ക് ഇങ്ങനെ പറയാം, അടുക്കള, അതിന് നമുക്ക് ഇംഗ്ലീഷിൽ കിച്ചൺ എന്ന് പറയാം. സോ യു ക്യാൻ ടെൽ ലൈക്ക് ദിസ്, ഓ ഞാൻ എപ്പോഴും ഈ കിച്ചണിൽ തന്നെയാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സിൽ. ഇനി സെക്കൻഡ് ടിപ്പ് അഥവാ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കുറേ വസ്തുക്കൾ അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ, ചെയർ, ബാഗ്, ബോക്സ്, ഡോർ, പെൻ, പെൻസിൽ, പെർഫ്യൂം, വാട്ടർ, എക്സെട്ര. സോ ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളായിരിക്കും. ഇനി വേറെ കുറേ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ വസ്തുക്കൾ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ മലയാളം വേർഡ്സ് അറിയാം നിങ്ങൾക്ക്, പക്ഷെ ഇംഗ്ലീഷ് വേർഡ്സ് അറിയത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ടേബിളിൽ കുറേ മരുന്നുകൾ വെച്ചേക്കണത് കണ്ടു. സോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അത് മരുന്നുകളാണെന്ന്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അറിയത്തില്ല.
സോ നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബുക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ മലയാളം വാക്ക് അവിടെ എഴുതണം. എന്നിട്ട് ആ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, സെർച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതണം. സോ ഇവിടെ മരുന്ന് എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ട് മരുന്നിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതണം. മരുന്ന്, അതായത് മെഡിസിൻ എന്നതാണ് ഇംഗ്ലീഷ് വേർഡ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെക്കാബുലറി സ്കിൽ കൂടും. സോ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ വെക്കാബുലറി സ്കിൽ ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും. സോ ദാറ്റ്സ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് വെക്കാബുലറി ആൻഡ് വെക്കാബുലറി സ്കിൽ കൂട്ടാനുള്ള 2 ടിപ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഹോംവർക്കിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് അല്ലെങ്കിൽ ഡയലോഗ്സ് എഴുതുക. ആൻഡ് ഈ സെൻറ്റൻസസിലോ അല്ലെങ്കിൽ ഡയലോഗ്സിലോ നിങ്ങൾക്ക് മാക്സിമം അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. സോ ഫോർ എക്സാമ്പിൾ, എന്നെ കാണാൻ എന്ത് സുന്ദരിയാണ്. സോ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ എങ്ങനെ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. സോ സുന്ദരി എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ബ്യൂട്ടിഫുൾ. സോ ഇങ്ങനെ എഴുതാം, എന്നെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയിന്ന് ആൻഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.